ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നുള്ള ആ ഒരു സംഭവത്തിലേക്കൊക്കെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകതരം വീഡിയോ ആണ്. അതായത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ ഒരു MP, പുള്ളി ഇപ്പോൾ കുറേ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ മൂവായിട്ട്, അതായത് എല്ലാ പാർട്ടിയിൽ നിന്നുമുള്ള ഓരോ ആൾക്കാർ, അതായത് ഇവിടുന്ന് ഒരു 2 പേര് അവിടുന്ന് ഒരു 2 പേര് എന്നുള്ള നിലയിൽ പോയിട്ട് നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും, എന്താണ് പാകിസ്ഥാൻ, ആരാണ് ഈ പാകിസ്ഥാൻ, ഇവരെന്തൊക്കെ ചെയ്യും, ഏതൊക്കെ സാഹചര്യത്തിൽ ഇവന്മാരെങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നൊക്കെ നിങ്ങൾ ലോകത്തെ മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ നേതാക്കൾ അയച്ചിരിക്കുന്ന ചില നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. ശശി തരൂർ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, ബ്രിട്ടീഷാണ് ഇന്ത്യയെ ലൂട്ട് ചെയ്തത്, ബ്രിട്ടീഷ് ഇങ്ങനെയാണ്, ബ്രിട്ടീഷ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ പുള്ളി കൊളംബിയയിലെങ്ങാണ്ടാണ്, കൊളംബിയയിൽ പോയപ്പോൾ അവിടെ പുള്ളിക്കാകെ ഷോക്കായിപ്പോയി. പുള്ളി എന്താണെന്ന് വെച്ചാൽ കൊളംബിയ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇന്ത്യയെ കുറേ കുറ്റമൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അതുപോലെ പാകിസ്ഥാനിൽ കുറേ ആൾക്കാർ മരിച്ചു, അതിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ കാരണം അത് വളരെ തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ കൊളംബിയൻ ഡെലിഗേറ്റ്സ് പറഞ്ഞെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കാണുന്നത്. പിന്നെ ഇന്നലെ കുറേ കോൺഗ്രസ് കുറേ പുള്ളിയെ എന്തോ കുറ്റം പറഞ്ഞെന്നോ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ശരിയായില്ലെന്നോ, പുള്ളി ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ട്, ഈ പരിപാടിയുടെ ഉദ്ദേശം അതാണല്ലോ, ഡിപ്ലോമാറ്റിക്കായിട്ട്. ഇപ്പോൾ കാരണം ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഓപ്പോസിറ്റ് പാർട്ടിയാണ്, പുള്ളി BJP അല്ല. അപ്പോൾ ഓപ്പോസിറ്റിലുള്ള ഒരാളിനെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, അത് ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്തം പിടിച്ച് ഏൽപ്പിക്കുമ്പോഴേ അന്നേരം പിന്നെ അയാൾക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് കളിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അയാൾക്ക് അവിടെ പോയിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലത്തെ വിടുവായി ഒന്നും അവിടെ പോയിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ അയച്ചിട്ടുണ്ട്. എന്താണേലും എനിക്ക് ശശി തരൂരിനെ ഞാൻ എന്താ നോട്ട് ചെയ്യാൻ കാരണം, ഞാൻ എന്താ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, പുള്ളി പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്, ഈ ബ്രിട്ടീഷാണ് ഇന്ത്യയെ ലൂട്ട് ചെയ്തത്, ബ്രിട്ടീഷ് വന്നു കഴിഞ്ഞാണ്, ബ്രിട്ടീഷ് വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, തെണ്ടികളാണ്. സംഭവമൊക്കെ ശരി തന്നെ, 200-300 കൊല്ലം നമ്മളായിട്ട് കൊല്ലാക്കൊല ചെയ്തു അമ്മമാരെ ഇന്നാണ് നമ്മൾ വിമോചനം നേടി, ഇൻഡിപെൻഡൻസും റിപ്പബ്ലിക്കും, അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് ചോദ്യമാണ്. സാധാരണ ആൾക്കാർ പണ്ടേ ചോദിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ശശി തരൂർ കണ്ടിട്ടും കാണാതെ നടിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ അല്ലായിരുന്നു. ഇന്ത്യ ഒരു ബഞ്ച് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതാണ് ബ്രിട്ടീഷുകാർ പറയുക, ഇംഗ്ലീഷുകാർ പറയുന്നത് അതാണ്, ബഞ്ച് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, യു വർ നോട്ട് എ കൺട്രി എന്നും പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കാറുണ്ടായിരുന്നു. സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തമ്മിലടിയാണ്. അതായത് ട്രാവൻകൂർ അവിടെ 2-3 രാജാക്കന്മാർ, ഇവിടെ കൊച്ചിയുടെ അവിടെ വേറെ കുറേ ഗ്യാങ്, മറ്റേത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചേരൻ, പാണ്ഡ്യൻ, ചോളൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ. പിന്നെ കന്നഡിക, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇഷ്യൂ അറിയാമല്ലോ, ഇപ്പോഴും ഉണ്ട് ഈ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, തഗ് ലൈഫിൻ്റെ ഓഡിയോ ലോഞ്ചിലോ എവിടെയോ മറ്റേ കമലഹാസൻ പറഞ്ഞു തമിഴിൽ നിന്നുണ്ടായതാണ് കന്നഡം എന്ന് പറഞ്ഞു. ആദി ദ്രാവിഡ ഒരു ലാംഗ്വേജാണ് തമിഴിൽ നിന്നാണ് കന്നഡം, മലയാളം ഇതൊക്കെ ഉണ്ടായത്, തെലുങ്കൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് പുള്ളി ഒരു കാച്ചം കാച്ചി. അപ്പോൾ നമ്മുടെ ശിവരാജാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേരല്ലേ, പുള്ളി മറ്റേ കർണാടക സൂപ്പർ സ്റ്റാർ, പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയെ മുന്നേ ഇരുത്തിക്കൊണ്ടാണ് പുള്ളി ഇങ്ങനൊരു വെപ്പ് വെച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കര ചർച്ചകളും, ഭയങ്കര കർണാടകയിൽ തഗ് ലൈഫ് റിലീസാക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം, ഭയങ്കര സ്ട്രോങ് ആയിട്ട്. പക്ഷേ തഗ് ലൈഫിന് ഇനി സമയമുണ്ട്, ജൂലൈ മാസം കണ്ട റിലീസാവുന്ന സംഭവം. അതിനു മുമ്പേ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഓഫാവും, ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ഇന്ന് കുറേ കമലഹാസൻ്റെ ഫോട്ടോ പിടിച്ച് കീറുകയൊക്കെ ചെയ്തിട്ടുണ്ട് കർണാടകയിൽ അല്ലേലെ പ്രശ്നം. കന്നഡം സംസാരിക്കാറില്ലെങ്കിൽ കുറേ തെറിയൊക്കെ വിളിക്കും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു SBIയിലെ ഒരു മാനേജർ, ഐ വിൽ ടോക്ക് ഇൻ ഹിന്ദി എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, യു ആർ ഇൻ കർണാടക, യു ഹാവ് ടു ടോക്ക് ഇൻ കന്നഡ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്, ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പണ്ട് മുതലേ തമ്മിലടിയാണ്. അതാണ് നമ്മുടെ ഒരു ഹോബി, നമ്മുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഇംഗ്ലീഷുകാരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് കള്ളുടിക്കണം, സിഗരറ്റ് വലിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ലബ്ബിൽ പോകണം, ഡാൻസ് ചെയ്യണം, പാട്ട് കേൾക്കണം. അറബികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മുസ്ലിംസാണ്, അവർ 5 നേരം നിസ്കരിക്കണം. പിന്നെ ചില ആൾക്കാർ ചില സ്ഥലങ്ങളിൽ വേട്ടയ്ക്ക് പോകുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറേ ഹോബീസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ തമ്മിലടി വിട്ട് നിന്നിട്ടൊരു സമയമില്ല നമുക്ക് ഒന്നിനും സമയമില്ല. അങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേൾഡ് മാപ്പിൽ നോക്കിയാൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ, പിന്നെ ഫ്രാൻസ് ഇത്രയേ ഉള്ളൂ. ഈ ഇത്ര ഉള്ള ആൾക്കാർ, ഇത്രയും വലിയ ഇന്ത്യ എന്ന് പറയുന്ന
ഈ ഒരു സ്ഥലത്തെ വന്ന് പിടിച്ച് അടക്കുകയും ഈ ആൾക്കാരെയൊക്കെ 10-200-300 കൊല്ലം ഡിവൈഡ് ആൻഡ് റൂളും പിന്നെ മേക്ക് എന്താ പറയുന്നത് ഇഫ് യു കനോട്ട് ബീറ്റ് ദം ജോയിൻ ദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടാക്ടിക്സൊക്കെ യൂസ് ചെയ്ത് ഓരോ ആൾക്കാരെ ഓരോ രീതിയിൽ ഇങ്ങനെ ആപ്പിലാക്കി ഓരോ സ്റ്റേറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് മൊത്തത്തിനെയും ക്വീനിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു. പിന്നെ ഇവിടുന്ന് സംഭവങ്ങൾ അടിച്ചു മാറ്റാൻ തുടങ്ങി. 47 ട്രില്യൺ പൗണ്ടിൻ്റെ വർത്ത് എങ്ങാണ്ട് ഗോൾഡും കാര്യങ്ങളൊക്കെയാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്നത് അതൊക്കെയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഇത്ര പോകുന്ന രാജ്യത്തിന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ കുട്ടികളെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നമ്മൾ തമ്മിലടി എന്ന് പറഞ്ഞാൽ വെറുതെ തമ്മിലടി. ആ തമ്മിലടി ഇപ്പോഴും ഉണ്ട്. ആ തമ്മിലടി ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അതായത് ഒരുത്തൻ ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുക എന്ന് വെച്ചോ, അവിടെ വന്നിട്ട് ലൈക്ക് അടിക്കാൻ കുറേ ആൾക്കാർ ഈ PR ടീമിനെ സെറ്റ് ചെയ്തിട്ട് ലൈക്ക് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വലിയ ആൾക്കാർക്ക് പോലും ലൈക്കൊന്നും കിട്ടില്ലെന്ന് തോന്നും. കാരണം ലൈക്ക് അടിക്കാൻ ഇഷ്ടമല്ലെന്ന്. മറ്റേ ശ്രീനിവാസൻ പറയുമല്ലോ, എനിക്ക് ആരെയും ഇഷ്ടമല്ല. അപ്പോൾ മമ്മൂട്ടിയെ ഇഷ്ടമാണോ? എനിക്ക് ആരെയും ഇഷ്ടമല്ല. ആ ടൈപ്പുള്ള ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അങ്ങനെയാണ് ശശി തരൂർ സാറിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ അല്ലായിരുന്നു. അതിനു മുമ്പേ ഇന്ത്യ വാസ് ബഞ്ച് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. നമ്മൾ അപ്പോഴും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേരനും പാണ്ഡ്യനും മറ്റേ ചോളനും പിന്നെ കർണാടകത്തിലുള്ള രാജാക്കന്മാരെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഹൈദരാലിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ഹൈദരാലി മറ്റേ ടിപ്പു സുൽത്താനും ഇവരൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു. പിന്നെ ഈ കുറേ ആൾക്കാർ വന്നു, ഈ ഇംഗ്ലീഷുകാർ വന്നു, ഇവന്മാർ വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ സംഭവം ആകെ പ്രശ്നമായി പോയതാണ്. അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. അതിനു മുമ്പേ ഇന്ത്യ അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, സപ്പോസ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ കുറേ നാടുകളായിരുന്നാണ്. അങ്ങനെ കുറേ നാടുകളായിരുന്നെങ്കിൽ ഈ തമിഴ്നാട്, കേരളം ഇതൊക്കെ ഓരോ നാടായിരുന്നാണ്. ഇതിലൊക്കെ ഓരോ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നാണ്. എന്തായിരുന്നാണ് സ്ഥിതിയില്ലേ? ഇതിൻ്റെയൊക്കെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഓരോ നാടിൻ്റെ അത്രയും വലിപ്പമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ തമിഴ്നാടെന്നൊക്കെ പറയുന്നത് 8 കോടിയോ എങ്ങാണ്ട് 10 കോടി എങ്ങാണ്ട് ആൾക്കാരുണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് സെൻസസും കാര്യങ്ങളൊക്കെ പറയുന്നത്. UP, ബീഹാർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പല നാടുകളായിട്ട് ഉണ്ടാവേണ്ട സ്റ്റേറ്റ്സാണ്. അതൊക്കെയാണ് ഇപ്പോൾ മറ്റേ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നുള്ള ആ ഒരു സംഭവത്തിലേക്കൊക്കെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ഡൈവേഴ്സിറ്റി, ഇത്രയും വ്യത്യസ്തത, ഇത്ര കോടി ആൾക്കാരെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ്. അത് മോഡിജിക്കേ പറ്റുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ വരുന്നില്ല, നിങ്ങളെന്നെ മിസ്റ്റേക്ക് ചെയ്യരുത്. അല്ലെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കേ പറ്റുള്ളൂ എന്നൊന്നല്ല ഞാൻ പറയാൻ വരുന്നത്. നമ്മുടെ സിസ്റ്റം എങ്ങനെയോ ഉണ്ടായ സിസ്റ്റം ആരുടെയോ ഔദാര്യം കൊണ്ടോ അല്ലെങ്കിൽ ആരോ നമുക്ക് ആപ്പ് വെക്കാനോ അങ്ങനെ ജോയിൻ ചെയ്ത ഒരു കൺട്രി, സിസ്റ്റം, സംഭവങ്ങൾ, ലോ ആൻഡ് ഓർഡർ ഇതൊക്കെ ഇന്നും മറ്റേ കറക്റ്റായിട്ട് ഇങ്ങനെ ചക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഇത്രയും നാളുകളായിട്ട് ഇതിനൊരു ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നക്സലൈറ്റ്, സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ, ടെററിസ്റ്റ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, അറ്റാക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കൊളാട്രൽ ഡാമേജ് ആയിട്ട് നമ്മൾ കണക്കാക്കി അങ്ങനെ വിടുകയാണ്. ഇപ്പോൾ ഈ പാൽഗാം അറ്റാക്ക് ഉണ്ടായി, 27 ആൾക്കാർ മരിച്ചു എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ദിവസം ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരും. അതിന് ഒരു 2-3 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ആൾക്കാർ കാർഗിൽ പോലെ ഇതും ആൾക്കാർ മറന്നു പോകും. അല്ലെങ്കിൽ പാലാക്കോട്ടോ അല്ലെങ്കിൽ പുൽവാമ അറ്റാക്ക് പോലൊക്കെ ആൾക്കാർ മറന്നു പോകും. കാരണം മറവി മനുഷ്യൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഈ ശശി തരൂർ സാറിനോട് പറയാനുള്ള ഒരു കാര്യമാണിത്. പുള്ളിയുടെ ഒപ്പീനിയനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളാദ്യം ഇന്ത്യ അല്ലായിരുന്നു. നമ്മളെ ഇന്ത്യ ആക്കിയത് ഈ ഇംഗ്ലീഷുകാരാണ്. അവന്മാരുടെ എന്തോ കുരുട്ടബുദ്ധിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയാം. അവന്മാർ ചെയ്ത ഒരു തെണ്ടിത്തരത്തിൽ ഒരു നല്ല കാര്യം ആണ് നമ്മുടെ റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റം. റെയിൽവേസ് നമുക്ക് പിന്നീട് ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു രീതിയിലേ അവരുണ്ടാക്കിയ പോലത്തെ പാലങ്ങളും അവരുണ്ടാക്കിയ പോലത്തെ ബിൽഡിങ്സ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ എന്നെ വന്നിട്ട് രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കരുത്. ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറയുകയൊന്നുമല്ല. മൊത്തത്തിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് എപ്പോഴും തമ്മിലടിക്കുക, പിന്നെ കുറേ ആൾക്കാരുണ്ട് മറ്റുള്ളവനെ സപ്രസ് ചെയ്യുക, ഡിപ്രസ് ചെയ്യുക, എന്നിട്ട് അവൻ വലിയ ആളായിട്ട് ജീവിക്കുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ലോകം മൊത്തം ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് സിഗരറ്റ് സ്മോക്കിങ് ഭയങ്കര പ്രശ്നമാണ്, അത് ഭയങ്കര ഒരു ദുരന്തമാണ് എന്നൊക്കെ പറഞ്ഞ്
സ്മോക്കിങ്ങിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡിയ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ വലിയ വലിയ ലോകത്തെ എമ്പാടുമുള്ള വലിയ വലിയ ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സിഗരറ്റിൻ്റെ വില കൂട്ടാം, അപ്പോൾ പിന്നെ കൺസംഷൻ കുറഞ്ഞോളും എന്ന് പറഞ്ഞൊരു ഐഡിയ കൊണ്ടുവന്നു. അതേപോലെ ആൽക്കഹോളിനും ആ വില കൂട്ടാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രോഫിറ്റബിളായിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ITC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. കുറേ നഷ്ടത്തിലൊക്കെ ആയിരുന്നു ആ കമ്പനി പണ്ട് കാലത്ത്. അവർ ആഡ് കൊടുക്കാൻ കാശില്ലായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ITC. പിന്നെ ഈ സിഗരറ്റ് ഇതിലൊക്കെ ഈ സിഗരറ്റ് ഫുള്ളായിട്ട് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ITC ആണ്. പ്രൊഡക്ഷനും ITC ആണ്, ഡിസ്ട്രിബ്യൂഷനും ITC ആണ്, ഒക്കെ ഒരു മോണോപോളിയാണ്. അപ്പോൾ ഈ സിഗരറ്റ് എന്ന് പറയുന്ന ഈ സംഭവം ആൾക്കാരെ കൊണ്ട് കൂടുതലായിട്ട് സിഗരറ്റ് വലിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ, വില കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ സിഗരറ്റ് വലിക്കില്ല എന്നുണ്ടായിരുന്നെങ്കിൽ വില കൂട്ടിയിട്ട്, ഇപ്പോൾ മാൽബറോ നല്ല സിഗരറ്റാണ്, ഞാൻ വലിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് കുറച്ചു. കാരണം നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് കുറച്ചു. കാരണം കാശില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കാശില്ലെങ്കിൽ വലിയ കുറയ്ക്കേണ്ട കാര്യം ഇന്ത്യയിൽ വരുന്നില്ല. കാരണം ഇന്ത്യയിൽ ബീഡി വരെ അവൈലബിളാണ്. ബീഡി വലിക്കാം നമുക്ക്. ബീഡി എന്ന് പറയുന്നത് 1.5 രൂപയേ ഉള്ളൂ. ഒരു ബീഡിക്ക് 1.5 രൂപയേ ഉള്ളൂ. പക്ഷേ അതിനകത്തുള്ള ടോക്സിൻസ്, അതിനകത്തുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും വലിക്കില്ല. പക്ഷേ ഈ വലിയൊരു പിക്ചർ ഒട്ടിക്കും സിഗരറ്റിൻ്റെ അല്ലെങ്കിൽ ബീഡിയുടെ പാൻപരാഗോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒട്ടിക്കും വലിയൊരു പിക്ചർ, ഇൻജൂരിയസ് ടു ഹെൽത്ത്. ആനയാണ്. എല്ലാ സ്ഥലത്തും സിഗരറ്റ് എക്സ്പെൻസീവാണ്. എല്ലാ സ്ഥലം എന്ന് പറയുമ്പോൾ അങ്ങ് അമേരിക്ക മുതൽ അങ്ങ് ഓസ്ട്രേലിയ വരെ, അങ്ങ് അപ്പുറത്ത് ഇംഗ്ലണ്ട് മുതൽ ഇങ്ങ് ന്യൂസിലാൻഡ് വരെ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും സിഗരറ്റ് എക്സ്പെൻസീവാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ്. ദുബായിലൊക്കെ വളരെ ചീപ്പായിരുന്നു, 10 ദിറംസൊക്കെ ആയിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. UAE ഇവിടെയൊക്കെ സിഗരറ്റിൻ്റെ മാൽബറോയുടെ വില. മാൽബറോ ഒരു അത്യാവശ്യം നല്ല സിഗരറ്റാണ്. ഇന്ത്യയിൽ മാൽബറോയുടെ ഇപ്പോഴത്തെ റേറ്റ് 340 440 എങ്ങാണ്ട്. അപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് ലൈറ്റ്സ്, പിന്നെ കിങ്സ്, ഇത് നല്ല സിഗരറ്റാണ്. അതും ഏകദേശം അതേ റേറ്റ് വരും, 400 രൂപയുടെ അടുത്ത് വരും. അതായത് 20 സിഗരറ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപയുടെ അടുത്ത് വരും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചീപ്പായിട്ടുള്ള ബ്രാൻഡുകളാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ബ്രാൻഡായിട്ട് ഞാൻ പറയുന്ന ഒരു സിഗരറ്റ് എന്ന് പറഞ്ഞാൽ വിൽസ് ആണ്. വിൽസ് നേവി കട്ട് 95 രൂപ എങ്ങാണ്ടാണ്. അത് ഹോൾസെയിലിൽ മേടിച്ച് കഴിഞ്ഞാൽ 90 രൂപയ്ക്ക് കിട്ടും. ഈ 90 രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സിഗരറ്റാണ് ഈ വിൽസ് എന്ന് പറയുന്നത്. അതേ വിലയ്ക്ക് കുറേ സിഗരറ്റ് ഉണ്ട് കേട്ടോ. മറ്റേ ഗോൾഡ് ഫ്ലേക്ക്, കിങ്സ് അല്ല, ഗോൾഡ് ഫ്ലേക്ക്, മിനി ഗോൾഡ് ഫ്ലേക്ക്, പിന്നെ ടോട്ടൽ, പിന്നെ മറ്റേ വേവ്, ഇങ്ങനെ കുറേ സിഗരറ്റുകളുണ്ട്. അപ്പോൾ ഈ സിഗരറ്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 50 രൂപയ്ക്കും സിഗരറ്റുണ്ട്, 60 രൂപയ്ക്കും സിഗരറ്റുണ്ട്. 10 സിഗരറ്റ് എക്സ്പെൻസീവായിട്ടുള്ളത് 10 സിഗരറ്റിന് 180 രൂപ, 250 രൂപ. പിന്നെ ഡബിൾ മറ്റേ 20s പാക്കറ്റ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ 400 രൂപ, 350 രൂപ, അങ്ങനെയൊക്കെ പോകുന്നു. സിഗരറ്റ് വലി നിർത്താനായിരുന്നു നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ 50 രൂപയുടെ സിഗരറ്റ് വിൽക്കാൻ സമ്മതിക്കുന്നു? എന്തുകൊണ്ട് ഈ 50 രൂപയുടെ സിഗരറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നു? 50-60 രൂപയ്ക്ക് എന്തുകൊണ്ട് സിഗരറ്റ് വിൽക്കുന്നു? പിന്നെ ബീഡി പിന്നെ പറയണ്ട. എന്തിനു വേണ്ടിയിട്ട് നിങ്ങളത് വിൽക്കാൻ സമ്മതിക്കുന്നു? ഈ കൈനി, ഗുഡ്ക, മറ്റേത് മറിച്ചത് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കേടാന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെ ചവച്ച് നടക്കുന്നതാണ് കുറേ ആൾക്കാർ. അവിടെയൊക്കെ മലയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. MDMA അല്ല കേട്ടോ, MDM, RDM, SDM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പാക്കുകൾ, ഹാൻസ്, ഗോവ ഗുഡ്ക, അത് ഇത് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണ്. കൈനി, ഗുഡ്ക, ഹാൻസ്, അത് ഇതൊക്കെ പ്രശ്നമാണ്. തമിഴ്നാട്ടിലും വലിയ പ്രശ്നമാണ്. പക്ഷേ ആന്ധ്രയിൽ സുലഭമാണ്, കർണാടകയിലും ഏകദേശം സുലഭമാണ്, എന്നാലും പ്രശ്നമാണ്. ഞാൻ നോർത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അത് പിന്നെ ജീവിത രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരുടെ ജീവിത രീതി. അവർ പബ്ബിൽ പോകണം, ക്ലബ്ബിൽ പോകണം, ഡാൻസ് ചെയ്യണം, പാട്ട് കേൾക്കണം, ബിയർ കുടിക്കണം എന്നൊക്കെ പറയുന്ന പോലെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് സാധാരണമാണ്. സിഗരറ്റ് വലി നിർത്തിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സിഗരറ്റിൻ്റെ ചില ബ്രാൻഡുകൾ, നല്ല ബ്രാൻഡുകളുടെയൊക്കെ വില കൂട്ടി വെച്ചു? അത് ചിലർ മാത്രമേ വലിക്കാൻ പാടുള്ളൂ കേട്ടോ. സാധാരണക്കാരൻ ഈ പൊട്ട ബ്രാൻഡുകൾ വലിച്ച് അവൻ ചത്തോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ 30 രൂപയ്ക്കും 50 രൂപയ്ക്കും 60 രൂപയ്ക്കുള്ള സിഗരറ്റുകൾ എന്തിനു വേണ്ടി വിൽക്കുന്നു? അതൊന്നും സിഗരറ്റേ അല്ല, അതിലൊന്നും ഉള്ളത് ടൊബാക്കോയേ അല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ സംഭവമായിട്ട് മാറും ഇത്. പക്ഷേ എൻ്റെ വീഡിയോ അങ്ങനെ ആരും കാണാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് എങ്ങനെ ഇതിനെയൊക്കെ സിഗരറ്റായിട്ട് അപ്രൂവ് ചെയ്ത് തട്ടിവിടുന്നു? ഇതിലൊക്കെ ഉള്ള സ്കാം എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. തമിഴ്നാട്ടിൽ ടാസ്മാക്ക് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ബെവറേജ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതുപോലെ ടാസ്മാക്ക്. അവിടെ ടാസ്മാക്കിനെ കുറിച്ച് എന്നും ന്യൂസ് കാണാം നമുക്ക്.
ഡൽഹിയിൽ ED റെയ്ഡായിരുന്നു. അവിടുത്തെ ലിക്കർ പോളിസിയെ ചൊല്ലി അങ്ങനെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരെ അകത്തായി. തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർക്കും അതേ ഗതിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായിത്തീരുമെന്ന് നമുക്കറിയില്ല. കേരളത്തിൽ ബിവറേജ് കോർപ്പറേഷനുണ്ട്, അതിലും ഇതേപോലെ സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കള്ളുകുടി ആൾക്കാരെ കൊണ്ട് കള്ളുകുടി എന്ന് പറയുന്ന ആ സംഭവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഐഡിയ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഐഡിയയും കൊണ്ടുവന്നു. അതാണ് വില കൂട്ടി വെക്കുക. അതായത് ഒരു ഫുള്ള് 1000 രൂപയാണെങ്കിൽ കാശില്ലല്ലോ, അവൻ കുടിക്കില്ലല്ലോ, കുടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ 1000 രൂപ ആക്കി. ഈ 1000 രൂപയുടെ ഈ സാധനം ഇതിൻ്റെ വർത്ത് എന്ന് പറഞ്ഞാൽ ഒരു 200 രൂപ, 150-200 രൂപയിൽ പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം വേറെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതേപോലത്തെ ബ്രാൻഡുകളൊക്കെ കിട്ടുന്നുണ്ട്. ദുബായിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-15 കൊല്ലം മുമ്പ് ഗിൽബീസ് ഗ്രീൻ ലേബിൾ എന്ന് പറഞ്ഞൊരു വിസ്കി ഉണ്ടായിരുന്നു. കേരളത്തിൽ ഞാൻ കുടിച്ചിട്ടുള്ളതാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിൽബീസ് ഗ്രീൻ ലേബിൾ. 350 രൂപയായിരുന്നു ഫുള്ള്. 350 രൂപ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇന്ത്യയിൽ മേടിക്കുമ്പോൾ 350 രൂപ. ഇതേ സാധനം ദുബായിൽ ഞാൻ മേടിച്ചു. അന്നേരം ദറംസിൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 12, 13, 14 റേഞ്ചൊക്കെയാണ്. 14 രൂപ വരും ഒരു ദറംസിന്. ഇതേ ഗിൽബീസ് ഗ്രീൻ ലേബിൾ ദുബായിൽ ഞാൻ വാങ്ങിച്ചു 10 ദറംസിന്. ദുബായല്ല, അതിൻ്റെ അയൽ എമിറേറ്റായ അജ്മാൻ, ഷാർജയിൽ പിന്നെ കള്ളില്ല, അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10 ദറംസ്, 8 ദറംസ് ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉള്ള 10 ദറംസ് എന്ന് പറയുമ്പോൾ 150 രൂപ, ഇന്ത്യയിൽ 350 രൂപ. അതാണ് നമ്മുടെ ടാക്സ്. അപ്പോൾ ഈ ടാക്സ് ഇട്ട് ആൾക്കാരെ ഇങ്ങനെ പിഴിയുമ്പോൾ എൻ്റെ പോയിൻറ്റ്, ടാക്സ് ഇടുന്നതൊക്കെ നല്ല കാര്യം, ടാക്സൊക്കെ വേണം, അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം കറങ്ങത്തില്ല. ഈ ടാക്സ് ഇടുന്നതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ ടാക്സ് ഇടുമ്പോൾ ഇത്രയും ടാക്സ് ഇട്ടു, ആ പ്രോഡക്റ്റിൻ്റെ വില അത്രയും കൂടി. മോശപ്പെട്ട ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് 150 രൂപയ്ക്ക്, ഫുള്ളല്ല, ക്വാർട്ടർ, മറ്റേ ഹാഫിൻ്റെയൊക്കെ കഥ പറയാം. ഈ 500 രൂപയ്ക്ക് ഒരു ഫുള്ള് ഇന്നും കിട്ടുന്നുണ്ട് കേരളത്തിൽ. 500-550 ഫുള്ള് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഇതേ സ്ഥിതിയാണ്. ആൾക്കാരെ കൊണ്ട് കള്ള് കുടിപ്പിക്കേണ്ട, ആൾക്കാർ കള്ള് കുടിക്കുന്ന കുറയ്ക്കണം എന്നാണ് നിങ്ങളുടെ ഒരു അജണ്ട എങ്കിൽ എന്തുകൊണ്ട് എല്ലാ കള്ളിൻ്റെയും വില 1000 രൂപയാക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് മാറ്റുന്നില്ല? കാരണം ഇതിൻ്റെ അജണ്ട അതല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാശില്ലേ, നീ പൊട്ട സാധനം കുടിച്ച് ചത്തു വെക്കോ, രോഗം വന്ന് പോ. കാശുള്ളവൻ നല്ല സാധനം മേടിച്ച് കുടിക്കട്ടെ. എന്നാൽ ആ കാശ് അത്രയും ആക്കിയത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറ്റക്കാരാരാണ്? ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. BJP അല്ല, കോൺഗ്രസ്സും അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല, ആരുമല്ല. എന്നാലും ഇതേപോലെയാണ് മറ്റേ ശശി തരൂർ സാറിൻ്റെ കാര്യം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിങ്ങനെ ഫ്ലോ ആയി അതിങ്ങനെ ഇവിടം വരെ എത്തി. കള്ള്, മറ്റേ ബോട്ടിൽ, അത് ഇതൊക്കെ ആയി. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ സിറ്റിസൻസിന് നമ്മൾ എന്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതേ സംഭവമാണ് ഈ ആൾക്കാർ തമ്മിലുള്ള അടി. നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുത്തൻ ലോട്ടറി ഉണ്ടാക്കി, പക്ഷെ അവൻ കാണിച്ച കള്ളത്തരമാണ്, അവൻ പറയാൻ ഇറങ്ങിയ തപ്പുന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരുത്തൻ നല്ല കാര്യം ചെയ്താലും അവനെ പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു സുഖം കിട്ടുന്നതിനകത്ത്? ചുമ്മാ പോയിട്ട് അവനെ പോയിട്ട് 4 തെറി എന്തിന്? നല്ല ആൾക്കാരെയും തെറി പറയുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ കാണുന്നത്. അതേ പരിപാടിയായിരുന്നു 250 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പ്. നമ്മളൊരു ബഞ്ച് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നുള്ളൂ. നമ്മൾ കുറേ സ്റ്റേറ്റുകൾ, കുറേ നാടുകളായിരുന്നപ്പോഴും നമ്മുടെ സ്വഭാവം അതുതന്നെയായിരുന്നു. ഈ സ്വഭാവം മാറ്റാൻ വളരെയധികം പാടാണ്. നമുക്ക് ഈ സ്വഭാവം മാറ്റിയെടുത്താലേ നമ്മൾ ഇനി ഒരു 10-100 കൊല്ലം കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് ജപ്പാനേക്കാട്ടിലും മേളിൽ വന്നു, ഇംഗ്ലണ്ടിനെക്കാട്ടിലും നമ്മൾ എക്കണോമിക്കലി ഇംഗ്ലണ്ടിൻ്റെ പോപ്പുലേഷനും ജപ്പാൻ്റെ പോപ്പുലേഷനും നമ്മുടെ പോപ്പുലേഷനും GDPയും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയോ ഒരു വേസ്റ്റിലാണ് കിടക്കുന്നത്. 120ാമത്തെ പൊസിഷനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ മൊത്തം ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതങ്ങനെ IMFും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ വന്ന് പോളിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇതിലൊരു ഒത്തുതീർപ്പാക്കി ഇന്ത്യ ഇപ്പോൾ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ എങ്ങാണ്ടൊക്കെയാണ്. ജപ്പാനെക്കാട്ടിലും മുന്നിലാണ് ഇപ്പോൾ ഇന്ത്യ. ഈ ഒരു സ്ഥിതി എത്തിയത് വലിയൊരു സന്തോഷമാണ്. നമ്മളെ ഒന്നുമില്ലാതെ വിട്ടിട്ട് പോയതാണ് ഇംഗ്ലീഷുകാർ. എന്നാലും നമ്മളൊരു നാടായിട്ട് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഒരു ഡയറക്ഷനിൽ പോയി നമ്മൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ തമ്മിലടി എന്ന് പറയുന്ന സംഭവം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അന്ന് ചേരനും ചോളനും പാണ്ഡ്യനും മറ്റേ ട്രാവൻകൂർ രാജാവും
ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിയായിരുന്നു. ഇന്നും അതൊക്കെ തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തെരുവ് പറയാൻ 100 പേര്. അയാൾ സംഖ്യയായി, കൊമ്മിയായി, കങ്കിയായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോപ്പായിട്ട് മാറി. പിന്നെ കമ്മ്യൂണിസ്റ്റിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അയാളെ തെരുവ് പറയാൻ 100 പേര്. BJPയിൽ ഒരാൾ നല്ല കാര്യം ചെയ്താൽ അയാളെ തെരുവ് പറയാൻ 100 പേര്. അത് പിന്നെ കുറവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്നാണ് ഈ തമ്മിലടി നിർത്താൻ പോകുന്നത്? പിന്നെ നമ്മുടെ ആൾക്കാരെ തന്നെ ചൂഷണം ചെയ്യാൻ എന്നാണ് നിർത്താൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഉത്കണ്ഠ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാരെ തന്നെ മോശപ്പെട്ട സിഗരറ്റ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ വില കുറവ് കാണിച്ചിട്ട് മോശപ്പെട്ട സോൾട്ട്, മോശപ്പെട്ട വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ തന്നെ പുഷ് ചെയ്യാണ്. എന്തിന്? ഇതെന്ന് മാറും? ഇതൊരു ടോപ്പിക്ക് ഇങ്ങനെ റാൻഡമായിട്ട് ഇന്ന് വന്നതാണ്. ശശി തരൂർ സാറിനെ കണ്ടപ്പോൾ അങ്ങനെ ഡെവലപ്പ് ആയതാണ്. അത് വന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. താങ്ക് യു.